കാളവണ്ടി. കാളവണ്ടി പാലത്ത് നമ്മൾ ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അടിയിലോട്ട് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അടിയിലോട്ട് ഇറങ്ങി ക്രോസ് ചെയ്യുമ്പം എക്സ്പ്രസ് തട്ടി മരിച്ചു. ഇവിടെ തെറിച്ച് വീണു ആടന്നടിച്ചിട്ട് കേട്ടാ. അയ്യോ അലേക്ക് ബന്ധമായിരുന്നു. ഇതുണ്ട് ഈ കാണുന്ന മാർക്കറ്റ് കണ്ടോ. ഇനി അങ്ങോട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ മൊത്തം മാർക്കറ്റാണ്. ഇവിടെ 2 കിലോ തക്കാളിക്ക് 50 റുപ്യ ഗൈസ്. നമ്മുടെ നാട്ടിൽ 1 കിലോ തക്കാളിക്ക് 50 റുപ്യ. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാറ്റർഡേ ആയിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലെ കുറച്ച് സാധനം വാങ്ങേണ്ട. സാധാരണ ആഴ്ചക്കുള്ള സാധനം സാറ്റർഡേ വാങ്ങാൻ കൂട്ടാണ്ട് ലീവായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ താമ്പരത്ത് പോകുന്നത്. താമ്പരത്ത് മാർക്കറ്റ് ഉണ്ട്. മെയിനായിട്ട് പച്ചക്കറിയാണ് വേണ്ടത്. അപ്പം അത് അവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് നല്ല പച്ചക്കറി കിട്ടും. മീൻ അങ്ങനത്തെ എല്ലാം. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ വിചാരിച്ചൊരു ബ്ലോഗ് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇറങ്ങാൻ നോക്കുന്ന. ആദ്യം കുട്ടാടനും ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനും കൂടെ ഇറങ്ങണം. ഇന്ന് ഒരു വൈകുന്നേരമായി. വൈകുന്നേരം ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. കാരണം പിന്നെ വെയിലല്ലേ, പകലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആക്കിയിട്ട് ഇറങ്ങാറ്. അപ്പോൾ നമ്മളിതാ ഇറങ്ങട്ടെ. ഇത് 2-3 ഡോറുകളുണ്ട്. കുറേ അടക്കാറുണ്ട്. ഓക്കെ ഡാ. എടുക്കാൻ മറന്നു പോയിട്ടില്ലല്ലോ. ഇല്ലാന്ന് വിചാരിക്കും. ആരും ടാറ്റ ഫോണാണോ? കൊട എടുത്തിട്ടില്ല. ലൈറ്റാണോ അതോ? അത് ക്യാമറ നോക്കണ ഭാവിയിലെ വ്ളോഗറാണ്. അപ്പോൾ സൺഡേ ആകുമ്പോൾ അങ്ങനെ കുറേ സ്റ്റോളും കാര്യങ്ങളെല്ലാം വരും. കണ്ട കുറേ ഇങ്ങനെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു കടകളും സംഭവങ്ങളെല്ലാം വരും. ഇപ്പോൾ ലൈവായി തുടങ്ങിയില്ല. ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എല്ലാം വരുള്ളൂ. ബാറ്റേൻ്റെ ഷോറൂം ഉണ്ടാകും. പെരിങ്ങലത്തെ ഒരു ന്യൂ ബ്രിഡ്ജ്. മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇതാ നമ്മൾ ന്യൂ ബ്രിഡ്ജ്. ഇതിലൂടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ നല്ലത് മറ്റിലോട്ട് പോകുന്നത് കേട്ടോ. സൂപ്പർ. ഇതിലൂട്ട് ആകുമ്പോൾ നമുക്ക് വെയിലുള്ളതുകൊണ്ട് അങ്ങോളെത്താം. ഇതിലൂട്ട് ആകുമ്പോൾ കുറച്ച് വെയിലുള്ളേണ്ടി വരും. ഇവിടെ 49 രൂപയ്ക്ക് ബിരിയാണി. അതെങ്ങനെയുണ്ട്? കാളവണ്ടി. 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 പൈപ്പ്
ഗൈസ് കൂട്ടാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ കാമ്പത്തേക്ക് കിടന്ന ഒറ്റ സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ. അയ്യോ, ഇനിയിപ്പം അപ്പുറത്തെ സൈഡിൽ പോകണം. അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ട്രെയിൻ. ഇവിടെ ഈ റെയിൽവേ ഗേറ്റിൽ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റിൽ മുന്നോട്ടേക്ക് അവിടെ കുട്ടാൻ്റെ ഓഫീസിലെ ഒരു കുട്ടി രാവിലെ ഒരു 4 മണിക്കായിട്ടെന്ന് തോന്നുന്നു റോഡ് റെയിൽവേ പാലത്ത് നമ്മൾ ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അടിയിലോട്ട് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അടിയിലോട്ട് ഇറങ്ങി ക്രോസ് ചെയ്യുമ്പം എക്സ്പ്രസ് തട്ടി മരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് 2 മാസം മുന്നേ അപ്പം പൊളിച്ചൊക്കെ ആയിരുന്നു. അവരിങ്ങനെ കുനിഞ്ഞിട്ട് നേരെ എന്നുവെച്ചാൽ ഈ റെയിൽവേ ഗേറ്റും ഈ റെയിൽപാളും തമ്മിൽ ഒരു 2-3 അടി വ്യത്യാസമേ ഉള്ളൂ. ആ കുട്ടി ഫോണിലായിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നതിന് അപ്പം കുനിഞ്ഞിട്ട് കയറുമ്പോൾ എക്സ്പ്രസ് ആയിരുന്നു അടിച്ച് ഇതായിപ്പോയി. ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ് കുഴപ്പമില്ല, ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ബസ് പോലെ അവർക്ക് സ്ലോ ആക്കാൻ പറ്റും. പക്ഷേ എക്സ്പ്രസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ മരിച്ചുപോയി. ആന്ധ്രാപ്രദേശിലായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം അത് ട്രാജഡി. അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഗേറ്റ് കാണുമ്പം പേടിയാണ്. ഞാൻ കാണിച്ചു തരാം ഗേറ്റ്. മഴക്കാറുണ്ട് ഗൈസ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം കുടയെടുത്തിട്ടില്ല. പിന്നെ കുടയെടുത്തിട്ടും കാര്യമില്ല. ഇവിടുത്തെ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായിരിക്കും. നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ച, പക്ഷേ ഉറങ്ങിപ്പോയി. അതും ഉറങ്ങി. അപ്പോൾ നമ്മളും കിടന്നുറങ്ങി. നമ്മളുറങ്ങി. ഞാൻ കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ. കുട്ടാനും കുറച്ച് സമയമില്ല. അതും പിന്നെ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ അവനെനിക്ക് പോകാൻ വിളിച്ചു. കുട്ടാടാ, ഞാൻ മറ്റേ നിങ്ങളെ ഓഫീസിൽ മരിച്ച കഥ പറയല്ലായിരുന്നു. ഓഫീസിലെ കുട്ടി. എത്ര മണിക്കാണ് ട്രെയിന്? ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ റെയിൽവേ ഗേറ്റ്. കണ്ടോ, ഇതാണ് റെയിൽവേ ഗേറ്റ്. നമുക്ക് അതിലൂട്ടേയും വരാം, ഇതിലൂട്ടേയും വരാം. അപ്പം ഇതുണ്ട് ക്രോസ് ചെയ്ത്. എവിടെ വേണേ ഇവിടെ തെറിച്ച് വീണു ആടെന്ന് അടിച്ചിട്ട് കേട്ടാ. അയ്യോ, അലേക്ക് ബന്ധമായിരുന്നു. ഇതുണ്ട് ഈ റെയിൽവേ ഗേറ്റ്. ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഈ പാളത്തുനിന്ന് ട്രെയിൻ വന്നത്. അങ്ങനെയാന്ന് തോന്നുന്നു വന്നത്. അപ്പം ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ആ കുട്ടി കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു, ഫോണിലായിരുന്നു. എന്നിട്ട് തെറിച്ച് വീണത് അതാ കുറ്റീൻ്റെ ആ സൈഡിലാണ് തെറിച്ച് വീണത്. ട്രാജഡിയായിപ്പോയി. അങ്ങോട്ടാണ് കുട്ടാൻ്റെ ഓഫീസ്. അപ്പുറത്തുണ്ട്. ഇത് ന്യൂ പാല നടുക്കത്ത. ഇത് പഴയ പാല. പിന്നെ എൻ്റെ പുതിയ ഫുഡ് കോർട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ട്രെയിൻ വരുന്നതാണ്. അതും ഹലോ അതും ഒരു ഷെയ്ക്കാൻ്റെ തരും നമുക്ക്. ഷെയ്ക്കാൻ്റെ തരും ഒന്ന്. അവിടെ മൈൻഡ് ആക്കുന്നില്ലടാ. ഒരു ഷെയ്ക്കാൻ്റെ തരും നമുക്ക്. ഷെയ്ക്കാൻ്റെ ഓടുത്തു കൈതാ. ഷെയ്ക്കാൻ്റെതാ ഓടില്ല. ഓടത്തിനേക്കാന്ന് അതു ട്രെയിനിൽ കയറി. സീറ്റ് കിട്ടിയില്ല. സീറ്റ് ഉണ്ട്, അപ്പുറത്തുണ്ട്. പക്ഷെ ഒരു സ്റ്റോപ്പ് വ്യത്യാസമല്ലോ. അതുകൊണ്ട് തന്നെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. ലോക്കൽ ട്രെയിൻ ആണെങ്കിലും ഇതിൻ്റെ അകത്തുണ്ട് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്. അപ്പോൾ നമ്മളിപ്പം സെക്കൻഡ് ക്ലാസ്സിലെ കയറ്റില്ല. ഫസ്റ്റ് ക്ലാസ് കയറുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കുന്നു കയറാറില്ല. എല്ലാം കണക്ക് തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. പക്ഷെ പൈസ അധികം. അതിനെല്ലാവരും അങ്ങനെ കയറില്ല. പിന്നെ ലേഡീസ് ഉണ്ട്. ഞാനും അത് ഒറ്റക്കാണെങ്കിൽ ലേഡീസ് ആയിരുന്നു. ഇപ്പം അങ്ങനെ തിരക്കില്ല. ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. എന്നാലും ലേഡീസിലാണ് അങ്ങനെ തിരക്കുണ്ടാവും.
നമ്മൾ അമ്പലത്തെത്തിയിട്ട് ഓവർ ബ്രിഡ്ജിനപ്പുറത്ത് തന്നെയാണ് മാർക്കറ്റ്. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്കാണ് നടക്കേണ്ടത്, പുറത്തേക്ക് മാർക്കറ്റിലേക്ക് പോകാൻ. ഇതാ നടന്നു കൊടുക്കുന്ന ഗൈസ്. കണ്ട ഗൈസ്, അങ്ങ് വരെ നമ്മൾ ഇന്ന് നടക്കണം. ജയചന്ദ്രൻ ടെക്സ്റ്റൈൽസ് കണ്ടോ? അപ്പൊ അതാ ആ കാണുന്നതാണ് മാർക്കറ്റ് വരുന്നത്. അയ്യാ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് മാർക്കറ്റ്. കണ്ട, ഇനി അങ്ങോട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ മൊത്തം മാർക്കറ്റാ. തിരക്കുണ്ടോ? ഇന്ന് ഭയങ്കര തിരക്കാ. നമ്മൾ ഇതുവഴി പിന്നെയും നടന്ന് അതുവഴി പോയിട്ട് വേണം ഇറങ്ങാൻ. ഇതൊന്ന് കുറേ നടക്കാനുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ലേറ്റായി. സമയത്തിന് 6 മണി 6:15 അങ്ങനെയായി. മഴക്കാറുണ്ട്, എന്താവും അറിയില്ല. ഇവിടെ പിന്നെ ഭയങ്കര സൗണ്ടായിരിക്കും, അതുകൊണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അത് നോക്കുന്ന ഗൈസ്, അതിലൂടെ കളിക്കുന്നത്. അത് ബസ് സ്റ്റാൻഡാണ് ഗൈസ്, താമ്പരം ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കൂടെയാണ് ഇങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇവിടെ നിന്നാണ് ഗൈസ് തുടങ്ങുന്നത്. ഓ, ഇവിടെ മറ്റേ ഇതുണ്ടല്ലേ, ഇതുണ്ട് കൂട്ടിയുടെ സബ്വേ ഉണ്ട് ഇടാ. തുടക്കം മാത്രമാണ് ഗൈസ്. ഇനി പൂവേണ്ട നൈസല്ലേ. ഇവിടെ റോസാപ്പൂ, ചിന്ന സാരി നോക്കറ, നല്ല ബോയിൽ സാരിയാണ്, സൂപ്പർ. ഇനി അങ്ങോളം റംബൂട്ടൻ. കെട്ടി കെട്ടിന ഗൈസ്, 20 രൂപക്ക് ഒരു കെട്ട. 20 രൂപയല്ലേ ഈ കെട്ടിന്? അതിന് തൊപ്പി പോന്ന ഗൈസ്. ഇത് വരുന്നത് വെണ്ടക്കക്ക് 20 രൂപ, ബാക്കി പിന്നെ കോവക്കും 20 രൂപ, ബാക്കിയല്ല 30 രൂപ. കണ്ടപാട് എല്ലാവരും നോക്കി റേറ്റ് നോക്കി റേറ്റ് പോകണം. 20 രൂപ ലാവാം, 30 രൂപ കുറച്ച് നമുക്ക് അങ്ങോട്ടെല്ലാം നോക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ റേറ്റ് നോക്കിയിട്ട് പിന്നെ വാങ്ങാം. നല്ല തിരക്കുണ്ട്. മത്തൻ വാങ്ങാം നമുക്ക്. ആദൂന് മത്തൻ നല്ലതാണ്. ഇവിടെ കപ്പയുണ്ട്, ചോളമുണ്ട്. അയ്യോ, ഇതെന്താ സാധനം? അയ്യോ, ഇതടിപൊളി സാധനം എടുത്തോ. അരക്കിലോ 30 രൂപ. അത് വാങ്ങിയാലോ? എന്നാൽ അവിടെ തന്നെ വാങ്ങിയാലോ? രണ്ടെണ്ണം അവിടെ തന്നെ 40 പറഞ്ഞ്. 2 കിലോ. ഇതിനകത്ത് പാക്കറ്റില്ല, അതിനകത്ത്. ഇവിടെ 2 കിലോ തക്കാളിക്ക് 50 രൂപ ഗൈസ്. നമ്മുടെ നാട്ടിൽ 1 കിലോ തക്കാളിക്ക് 50 രൂപ. 2 kg 50 രൂപ.
ഇവിടുത്തെ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഫിഷ് മാർക്കറ്റ്. ഇവിടെ ഉണക്ക മീനുണ്ട്, പച്ചമീനുണ്ട്, എല്ലാം ഉണ്ട്. ഞണ്ടുണ്ട്, എല്ലാ മീനും ഉണ്ട് കേട്ടോ. ഞണ്ടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ കൊഞ്ചെല്ലാം ഉണ്ട് കേട്ടോ ചേട്ടാ, വലിയ കൊഞ്ചെല്ലാം ഉണ്ട്. ചിന്ന റേറ്റ് കുറവാണ്. അയിലക്ക് 200 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ, 200 രൂപ. പിന്നെ ഇവിടെ ഒരു കുഴമീൻ പോലത്തെ സംഭവം കിട്ടും, നാട്ടിലുണ്ട്. തിലോപ്പി പോലത്തെ ഒരു സാധനം, അതിന് ഭയങ്കര റേറ്റ് കുറവ്, 50 രൂപയിലുണ്ടാവും കിലോന്. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ അതിന് ഉറക്കം വന്നു, ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടാവും. സാധാരണ നമ്മൾ ബാംഗ്ലൂരിലുള്ള സമയത്ത് വാങ്ങുമ്പോൾ ഒരു ചളി മണക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയാണ്. എന്തിനാ അവർ ഇത്ര പൈസ കുറച്ച് കൊടുക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, ചിക്കൻ, മട്ടൺ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും കാഴ്ചയുടെ സമയം കിട്ടുന്നില്ല. അപ്പുറത്ത് ഇവിടെ ഇനിയിപ്പോൾ ഒരു ഈ ചട്ടി അങ്ങനത്തെ ഈ മൺപാത്രത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സൂപ്പറായിട്ടുണ്ട്. മൺപാത്രം, മറ്റേ ഇങ്ങനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. എടാ വൈറ്റ് നോക്കി വിട്ടിട്ട് എന്ത് ഭംഗിയാ നോക്കിയാ. അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. നല്ല മഴക്കാറുണ്ട്, മേലോക്കറ മഴ. മൊത്തം റോഡിൽ ഫുള്ള് പാർക്ക് ചെയ്തിട്ട് ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇത് ഇവിടുത്തെ പ്രശ്നം. ഒരിതും ഉണ്ടാവില്ല, കണ്ടെടുത്ത് പാർക്ക് ചെയ്യും. നടക്കാൻ പോലുള്ള സ്ഥലമില്ല. ഫുട്പാത്തിൽ പാർക്ക് ചെയ്ത് ഓക്കെ, ഈ റോഡ് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നതിനാണ് എനിക്ക് മനസ്സിലായത്. സ്ട്രോബെറി ഇനി വേണ്ടുള്ളൂ. അജോ നമുക്ക് സ്ട്രോബെറി വാങ്ങാമല്ലോ. സ്ട്രോബെറി അത് പ്ലമ്മാണ്, പ്ലമ്മ അത്. എന്തായാലും ഇത് അറിയാണ്ട് എല്ലാവരും പേർക്ക് സ്റ്റെപ്പാന്ന് വെച്ചാൽ അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അപ്പുറത്തൊന്നുമില്ല. നമ്മൾ സബ്വേയിലോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പം ഇവിടെയുണ്ട് കേട്ടോ പച്ചക്കറി. ഇത് പണ്ടത്തെ മുട്ടായി അല്ലേ, ഇത് പണ്ടത്തെ മുട്ടായികൾ. സീതപ്പഴം എന്ന് പറയാം. ഓ സാരി എല്ലാം ഉണ്ടോ. അയ്യോ ഇനി സ്റ്റെപ്പ് കയറലാണ് ടാസ്ക്. റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി ഗൈസ്. സബ്വേ നല്ലത്, മറ്റേത് കുറച്ചധികം നടക്കാണ്ട് ഉണ്ട്. ഈ വീഡിയോ നമ്മളിടുന്ന് നിർത്തുന്നതാണ്, കാരണം അതിനെയും കൊണ്ട് സാധനങ്ങൾ എടുത്തിട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് ആയിരുന്നു. പിന്നെ ലേറ്റായി, അതുകൊണ്ട് ഇനിയിപ്പം വേഗം പോകാൻ നോക്കട്ടെ. ട്രെയിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ താമ്പരം കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല, കാരണം ഏത് സമയം നോക്കിയാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും മാർക്കറ്റിൽ. പക്ഷെ അടിപൊളിയാട്ടോ, നല്ല പച്ചക്കറികൾക്ക് നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മളെ ഒരു സ്റ്റോപ്പ് അപ്പുറം വ്യത്യാസമുള്ളൂ, പെരിങ്ങൽത്തൂർ. പക്ഷെ അവിടുന്ന് ഇവിടുന്ന് തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. എനിക്കൊന്നും ഒരു 5 രൂപ 10 രൂപേൻ്റെ വ്യത്യാസത്തിൽ ചില സാധനങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തായാലും അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.